നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 9 സ്വാഗതം. നരകാസുരന്റെ ജനനത്തെക്കുറിച്ചുള്ള കഥ വളരെ കൗതുകകരമാണ്. പുരാണങ്ങൾ അനുസരിച്ച് ഭഗവാൻ വിഷ്ണുവിന്റെ തന്നെ ഒരു അവതാരമായ വരാഹമൂർത്തിക്കും ഭൂമിദേവിക്കും ഉണ്ടായ പുത്രനാണ് നരകാസുരൻ. ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിദേവിയെ തട്ടിക്കൊണ്ടുപോയി സമുദ്രത്തിനടിയിൽ ഒളിപ്പിച്ചു. ലോകത്തെ സംരക്ഷിക്കാനായി വിഷ്ണു ഭഗവാൻ വരാഹമായി അവതരിക്കുകയും ഹിരണ്യാക്ഷനെ വധിക്കുകയും ചെയ്തു. ഹിരണ്യാക്ഷനെ വധിച്ച ശേഷം വരാഹമൂർത്തി ഭൂമിയെ തൻ്റെ ദംഷ്ട്രങ്ങൾക്കിടയിൽ കോരിയെടുത്ത് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ഈ സമയത്ത് ഭഗവാന് ഭൂമിദേവിയിലുണ്ടായ പുത്രനാണ് നരകാസുരൻ. അതുകൊണ്ടാണ് നരകാസുരനെ ഭൗമൻ എന്നും വിളിക്കുന്നത്. തൻ്റെ മകൻ ഒരു അസുരനായി ജനിച്ചതിൽ ദുഃഖിച്ച ഭൂമിദേവി മഹാവിഷ്ണുവിനോട് ഒരു വരം ചോദിച്ചു. തൻ്റെ മകന് ദീർഘായുസ്സും ശക്തിയും നൽകണമെന്നും അമ്മയായ താൻ അറിയാതെ അവന് മരണം സംഭവിക്കരുതെന്നും ഭഗവാൻ ആ വരം ദേവിക്ക് നൽകി. ഈ വരം കാരണമാണ് പിൽക്കാലത്ത് നരകാസുരനെ വധിക്കാൻ ഭൂമിദേവിയുടെ അവതാരമായ സത്യഭാമയ്ക്ക് യുദ്ധക്കളത്തിൽ വരേണ്ടി വന്നത്. ഭഗവാന്റെ പുത്രനായിട്ടും നരകാസുരൻ അസുരനായി മാറിയതിന് പിന്നിൽ ബാണാസുരന്റെ സൗഹൃദമാണെന്ന് പറയപ്പെടുന്നു. ബാണാസുരന്റെ കൂട്ടുചേർന്നതോടുകൂടി നരകാസുരൻ അതീവ ക്രൂരനായി മാറുകയും ദേവന്മാരെയും മുനിമാരെയും ഉപദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്തു. ജന്മം കൊണ്ട് ദേവപുത്രനാണെങ്കിലും കർമ്മം കൊണ്ട് നരകാസുരൻ ഒരു അസുരനായി തീർന്നു. അമ്മ നൽകിയ സംരക്ഷണം തന്നെ ഒടുവിൽ നരകാസുരന്റെ നാശത്തിന് കാരണമായി മാറി. ശ്രീകൃഷ്ണ ചരിത്രത്തിലെ ഏറ്റവും വീരോചിതമായ അധ്യായങ്ങളിൽ ഒന്നാണ് നരകാസുരവധം. തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയമായി നാം ആഘോഷിക്കുന്ന ദീപാവലിയുടെ പശ്ചാത്തലവും ഈ കഥയാണ്. ഈ യുദ്ധത്തിൽ സത്യഭാമയുടെ പങ്ക് വളരെ നിർണായകമായിരുന്നു. ഭൂമിദേവിയുടെ പുത്രനായിരുന്നിട്ടും നരകാസുരൻ അതീവ ക്രൂരനായിരുന്നു. പ്രാഗ്ജ്യോതിഷപുരം എന്ന രാജ്യം ഭരിച്ചിരുന്ന നരകാസുരൻ ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തി. നരകാസുരൻ ദേവലോകം ആക്രമിക്കുകയും ദേവമാതാവായ അദിതിയുടെ കുണ്ടലങ്ങൾ അല്ലെങ്കിൽ കമ്മലുകൾ മോഷ്ടിക്കുകയും ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 16,000 രാജകുമാരിമാരെ തടവിലാക്കി. വരുണന്റെ കുടയും നരകാസുരൻ അപഹരിച്ചു. നരകാസുരന് തൻ്റെ അമ്മയായ ഭൂമിദേവിയുടെ കയ്യിൽ നിന്നല്ലാതെ മരണം സംഭവിക്കില്ലെന്നുള്ളൊരു വരമുണ്ടായിരുന്നു. ഇതറിയാമായിരുന്ന ഭഗവാൻ കൃഷ്ണൻ ഭൂമിദേവിയുടെ അവതാരമായ സത്യഭാമയെയും കൂട്ടി ഗരുഡാരൂഢനായി യുദ്ധത്തിന് പുറപ്പെട്ടു. നരകാസുരന്റെ കോട്ട വളരെ ശക്തമായിരുന്നു. അഗ്നി, വെള്ളം, കാറ്റ് എന്നിവ കൊണ്ടുള്ള സുരക്ഷാ വലയങ്ങൾ ഭഗവാൻ തകർത്തു. നരകാസുരന്റെ സേനാപതിയായ മുരാസുരനെ ഭഗവാൻ വധിച്ചു. ഇതിനാലാണ് ഭഗവാന് മുരാരി എന്ന പേര് ലഭിച്ചത്. യുദ്ധത്തിനിടയിൽ കൃഷ്ണൻ ബോധരഹിതനായി വീഴുന്നതായി അഭിനയിച്ചു. ഇത് കണ്ട സത്യഭാമ ക്രുദ്ധയാവുകയും വില്ലെടുത്ത് നരകാസുരനോട് ധീരമായി പോരാടുകയും ചെയ്തു. ഒടുവിൽ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം സത്യഭാമയുടെ സാന്നിധ്യത്തിൽ ശ്രീകൃഷ്ണൻ സുദർശന ചക്രം ഉപയോഗിച്ച് നരകാസുരനെ വധിച്ചു. നരകാസുരനെ വധിച്ച ശേഷം അയാൾ തടവിലാക്കിയിരുന്ന 16,000 സ്ത്രീകളെ ഭഗവാൻ മോചിപ്പിച്ചു. എന്നാൽ മടങ്ങിപ്പോയാൽ സമൂഹം തങ്ങളെ സ്വീകരിക്കില്ലെന്ന് അവർ ഭയപ്പെട്ടു. അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനായി ഭഗവാൻ അവരെ എല്ലാവരെയും പത്നിമാരായി സ്വീകരിച്ച് ദ്വാരകയിൽ അഭയം നൽകി. നരകാസുരന്റെ ക്രൂരതയിൽ നിന്ന് ലോകം മോചിതമായതിൻ്റെ സന്തോഷത്തിൽ ജനങ്ങൾ വിളക്കുകൾ തെളിച്ച് ആഘോഷിച്ചു. ഇതിൻ്റെ സ്മരണയ്ക്കായി നാം ഇന്നും ദീപാവലി ആഘോഷിക്കുന്നു. മരണസമയത്ത് നരകാസുരൻ തൻ്റെ തെറ്റുകൾ ഏറ്റുപറയുകയും തൻ്റെ മരണം ദുഃഖമായല്ല ആഘോഷമായി ലോകം കൊണ്ടാടണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. സത്യഭാമ എന്ന പത്നിയുടെ ധീരതയും കരുത്തും വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭം ആണിത്. നന്ദി.
നമസ്കാരം.